കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5, 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തെയും പ്രാർത്ഥനയുടെ ശൈലിയൊക്കെ തിരുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്ന കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ സൂക്ഷിക്കും. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ, അതേത് പ്രാർത്ഥനയിൽ നമ്മൾ പങ്കുചേരുന്നുവോ ആ പ്രാർത്ഥനയുടെ മധ്യേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മളെ ആകുലപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, അധികമായി നമ്മളെ ഭാരപ്പെടുത്തുന്ന, മനസ്സിൻ്റെ സ്വസ്ഥത കളയുന്ന, സമാധാനം നഷ്ടപ്പെടുത്തുന്ന വിഷയങ്ങളെ നമ്മുടെ പ്രാഥമിക വിഷയങ്ങളായി കണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഉയർത്തും. നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷകളിലെല്ലാം ഈ വിഷയം നമ്മൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട്, കർത്താവേ, എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി ശരിയാക്കി തരണേ, കർത്താവ് എങ്ങനെയെങ്കിലും എൻ്റെ വിസയൊന്ന് ശരിയാക്കണേ, എൻ്റെ രോഗമൊന്ന് മാറ്റി തരണേ, എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനക്കേട്, അസ്വസ്ഥതകൾ കർത്താവ് എടുത്തു മാറ്റണേ. ഇത് തന്നെയായിരിക്കും നമ്മുടെ ആ ശുശ്രൂഷയിലുടനീളമുള്ള നമ്മുടെ പ്രാർത്ഥനാ വിഷയം. പക്ഷെ ഇവിടെ കുഷ്ഠരോഗി പ്രാർത്ഥിച്ചത് അങ്ങനെയല്ല. കുഷ്ഠരോഗിയുടെ വലിയ പ്രശ്നമാണ്, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനാണ്. കുഷ്ഠരോഗം വന്നതിൻ്റെ പേരിൽ സമൂഹത്തിൽ നിന്നും വിലക്ക് കൽപ്പിച്ച് പൂർണ്ണമായും മാറ്റി നിർത്തപ്പെട്ടവനാണവൻ. കുഷ്ഠരോഗിയുടെ സാന്നിധ്യത്തിൽ പോലും ഒരുവൻ പോകില്ല, കുഷ്ഠരോഗി വരാനുള്ള പെർമിഷനുമില്ല. അപ്പോൾ ശാരീരികമായും മാനസികമായും ഒത്തിരി വേദന അനുഭവിക്കുന്നവൻ, സമൂഹത്തിൽ നിന്നുള്ള തിരസ്കരണം അനുഭവിച്ചാൽ സ്വന്തം കുടുംബക്കാർ പോലും തിരസ്കരിച്ചവനാണ് ഈ പറയുന്ന കുഷ്ഠരോഗി. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുഷ്ഠം മാറുക എന്നുള്ളത് അവൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലമാണ്. അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നമുക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി കിട്ടാം. ഇവനങ്ങനെ ഒരു സാധ്യതയില്ല. അവന് രോഗം മാറിയില്ല എങ്കിൽ അവൻ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ചില ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ. മുന്നോട്ട് പോകാൻ ഒരവസ്ഥയില്ലാതെ ജീവിതം വല്ലാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. ഇനി ആ മേഖലയിൽ എന്തെങ്കിലും ഒരു തുറവി കിട്ടിയാൽ, ഒരു വിടുതൽ കിട്ടിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ ചില അവസ്ഥകളുണ്ടല്ലോ. എന്ന് പറയുന്നത് പോലെയാണ് ഈ കുഷ്ഠരോഗി നിൽക്കുന്നത്. അത്രയും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നിട്ടും കുഷ്ഠരോഗി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ, അങ്ങയുടെ തിരഹിതമാണെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമേ. നമ്മൾ എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കും? നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. നമ്മൾ നിയോഗങ്ങൾ സമർപ്പിക്കണം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ, പ്രാർത്ഥനകളും യാചനകളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണമെന്ന് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപേക്ഷകളും യാചനകളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട നമ്മുടെ യാചനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മൾ എത്ര പേര് ഹൃദയം കൊണ്ട്, ദൈവമേ, ഞാനീ സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയം, നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ വിഷയം നിന്റെ ഇഷ്ടമാണെങ്കിൽ, നിന്റെ ഹിതമാണെങ്കിൽ നടക്കട്ടെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് നടക്കട്ടെ. രോഗം മാറണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്, ഒരു ജോലി കിട്ടണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ താല്പര്യമാണ്.
അല്ലെങ്കിൽ വിദേശത്ത് പോകണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ചില മേഖലകളിൽ നീ ഇടപെടണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നമൊക്കെയാണ്. എന്നിരുന്നാലും ദൈവം നിൻ്റെ ഹിതമാണെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം എത്രമാത്രം നമ്മൾ വളർന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു കുഷ്ഠരോഗിയെ പ്രാർത്ഥിക്കുന്നു, അവനെ സംബന്ധിച്ചിടത്തോളം അവനത് സൗഖ്യം കിട്ടാതെ മുന്നോട്ട് പോകും. അത്രമാത്രം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലും അവൻ പ്രാർത്ഥിച്ച, ദൈവമേ എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുവാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല, നീ സൗഖ്യം തന്നാലല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നിശ്ചയമായിട്ട് എനിക്ക് സൗഖ്യം വേണം എന്നല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത്, ദൈവമേ നിൻ്റെ ഹിതമാണെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, എന്നെ സുഖപ്പെടുത്തണേന്നാണ്. ഇത് തന്നെയാണ് ഈശോ ഗത്സമനിലും പ്രാർത്ഥിച്ചത്. ഈശോ പറഞ്ഞു, അപ്പാ നിൻ്റെ ഹിതമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എൻ്റെ ആഗ്രഹം അതല്ല, എൻ്റെ ഇഷ്ടം എന്താണ്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്ത് മാറ്റണേ എന്നുള്ളതാണ് ഈശോ പ്രാർത്ഥിച്ചത്. എടുക്കാവുന്നതിനുപരിയായ ഒരു സഹനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ താൻ പിറ്റേ ദിവസം വഹിക്കാൻ പോകുന്ന കുരിശും കുരിശിൻ്റെ പാപം വരുത്തിവെച്ച ഭാരവും കാൽവരിയിൽ പൂർത്തീകരിക്കപ്പെടേണ്ട രക്ഷാകര പദ്ധതിയും സ്വജീവൻ ബലിയായി കൊടുക്കേണ്ടതൊക്കെ കർത്താവ് കൺമുമ്പിൽ കണ്ടപ്പോൾ ഈശോ പറഞ്ഞു, കർത്താവെ കഴിയുമെങ്കിൽ ഈ സഹനത്തിൻ്റെ പാനപാത്രം ഒന്നെടുത്ത് മാറ്റിത്തരണമേ. പക്ഷെ കർത്താവ് കംപ്ലീറ്റ് ചെയ്തെങ്ങനെയാണ്? എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം, ഞാൻ ഈ സഹനത്തിലൂടെ ഈ സഹനത്തിൻ്റെ പാനപാത്രത്തിൻ്റെ അവസാനം മട്ടും ഊറ്റിക്കുടിക്കണം എന്നുള്ളതാണ്. അപ്പാ നിൻ്റെ ഹിതമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് യേശു പറഞ്ഞു. അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ആത്മശോധനയ്ക്ക് വിധേയമാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം യാചനകളാണ്, യഥാർത്ഥത്തിൽ പ്രാർത്ഥനകളായിട്ടില്ല. നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയും അത് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അത് പ്രാർത്ഥനയായിട്ട് പരിണമിക്കുന്നത്. അതാണ് കുഷ്ഠരോഗി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ പ്രാർത്ഥിച്ച കാര്യം, നമ്മൾ ആഗ്രഹിച്ച കാര്യം, ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ സഫലീകരിക്കപ്പെടാതെ പോകുമ്പോൾ നമ്മളൊന്നില്ലെങ്കിൽ നിരീശ്വരവാദിയാകും, അല്ലെങ്കിൽ നിരാശയിൽ അകപ്പെട്ടു പോകും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഒന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കുറയും, വിശ്വാസം ക്ഷയിക്കും, പ്രാർത്ഥനാ ജീവിതം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ നിരാശയിലേക്ക് പോകും. ആകുലതകളിലേക്കും മനസ്സിനെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്കൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ തള്ളിയിടും. കാണുന്നോ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, ഇത്രയും നാളെ ഞാനൊരു ജോലിക്ക് വേണ്ടി, ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗസൗഖ്യത്തിന് വേണ്ടി എനിക്ക് രോഗസൗഖ്യം കിട്ടിയില്ലല്ലോ. ഇത് നിരന്തരം പറഞ്ഞ് നമ്മൾ കൂടുതൽ നിരാശയിലേക്ക് അധപതിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിരാശയിലേക്ക് വീണു പോകാതിരിക്കാനും നിരീശ്വരത്വത്തിൻ്റെ പിടി നമ്മുടെ ജീവിതത്തിൽ മുറുക്കപ്പെടാതിരിക്കാനും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പിൻ ചെയ്യേണ്ടത്, ദൈവമേ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ആവശ്യങ്ങളെല്ലാം നിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി, ഇനി നിൻ്റെ ഹിതമാണെങ്കിൽ, നിൻ്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൽ, അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ്, ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളോടെ നമ്മെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു. ആത്മാവാണ് നമ്മെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കുമ്പോൾ ദൈവാത്മാവിനോട് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട്, ദൈവഹിതത്തോട് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവ് ഒരിക്കലും ദൈവഹിതത്തിനെതിരായി പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ദൈവഹിതം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ നമുക്കറിയാതിരിക്കുമ്പോൾ, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മളിൽ ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കാൻ ആത്മാവ് തന്നെ നമ്മെ സഹായിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതത്തിന് കീഴ്വഴങ്ങാനും അങ്ങനെ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ തക്ക വിധത്തിൽ, ദൈവമേ നിൻ്റെ ഹിതം എന്നിൽ പൂർത്തിയാകട്ടെ എന്ന് എല്ലാ പ്രാർത്ഥനയുടെയും യാചനകളുടെയും അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒരു കൃപ, ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. അതിനുള്ള കൃപയ്ക്കായിട്ട് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.